ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു അമ്മയുടെയും മകളുടെയും കഥയാണ്. ഇവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് ചൈൽഡ് ലൈനിൻ്റെ ആൾക്കാരാണ്. ചൈൽഡ് ലൈനിൻ്റെ അങ്ങനെ ഇവരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, 2 ദിവസമായി ഇവരുടെ അടുത്ത് ഈ സൈക്കോളജിസ്റ്റുകളും ചൈൽഡ് ലൈനിൻ്റെ കുറേ പ്രവർത്തകരുമൊക്കെ ചോദിക്കുന്നു ഇവരെവിടെയായിരുന്നു, ഇവർ മിസ്സിങ് ആയിരുന്നു, ഈ അമ്മയും മോളും. അങ്ങനെ 2 ദിവസമായി ഇവരെ കിട്ടിയിട്ട് റോഡിൻ്റെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇവരെ ഏതോ ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതും പിന്നെ ഇവരവിടെ നിലത്ത് കിടക്കുന്നതുമായിട്ട് ആൾക്കാർ നോട്ടീസ് ചെയ്യുകയും 2 ദിവസം മുമ്പ് പത്രത്തിൽ ഇവരുടെ ഫോട്ടോ കൊടുത്തിരുന്നു. അങ്ങനെ ഈ ഫോട്ടോയിൽ ഇവരാണോ എന്ന് സംശയം തോന്നി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും അങ്ങനെ പോലീസുകാരും ചൈൽഡ് ലൈനുകാരും പോയി ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഇവർ 2 പേരും വായ തുറക്കുന്നില്ല, ഒരു കാര്യവും പറയുന്നില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്നൊരു തീരുമാനം എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുവരുന്നത്. എൻ്റെ മുറിയിലേക്ക് വന്ന് പിന്നെ ആദ്യം ചൈൽഡ് ലൈനിൻ്റെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരെ ഇങ്ങനെ കുറച്ച് മാസങ്ങളായിട്ട് കാണാനില്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അവർ ലാസ്റ്റ് നാട്ടിൽ വന്ന് ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ ഈ സ്ത്രീയും കുട്ടിയും പിന്നെ എവിടെയോ ഒളിച്ചോടിപ്പോയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. എന്താ പറ്റിയതെന്നുള്ള കാര്യം അറിയില്ല. മാഡം ഒന്ന് സംസാരിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഓരോ ഊഹങ്ങൾ വെച്ച് ഇവരെവിടെയായിരുന്നു, എന്താ പറ്റിയത്, എന്താ ഇവർ മിണ്ടാത്തത്, എന്താണ് ഈ അവശനിലയിലുള്ളത്, ഇവർ 2-3 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാത്ത പോലെ, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ടൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവർ ഫുഡൊക്കെ കൊടുത്തപ്പോൾ ഇവർ ഫുഡൊക്കെ കഴിച്ചു, ആകെ കോലക്കേടായിട്ടുണ്ട്. അപ്പം എന്താ പറ്റിയത് എന്നുള്ളത് അറിയില്ല, എന്തോ ഒരു ദുരൂഹത ഉണ്ട് എന്തായാലും. അപ്പം ഞാനങ്ങനെ 2-3 മണിക്കൂറോളം ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച്, തെറ്റുകൾ ആർക്കും പറ്റാം, കുഴപ്പമില്ല, നമുക്ക് എല്ലാ ജീവിതം കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാനുണ്ട്, ഹസ്ബൻഡ് നിങ്ങളെ പിന്നെ പ്രതീക്ഷിച്ച് പഴയ പോലെ ഒരു ഹാപ്പി ലൈഫ് ഉണ്ടാക്കിയെടുക്കണമെന്ന് പ്രതീക്ഷിച്ചാണ് ഉള്ളത് എന്നൊക്കെ പറയണ്ട. ഹസ്ബൻഡിനെ ഒന്നും കണ്ടിട്ട് ഇവർ മുഖത്ത് പോലും നോക്കുന്നില്ല, പരിചയമില്ലാത്ത പോലെയാണ് ഈ അമ്മയും മോളും കാണിക്കുന്നത്. അങ്ങനെ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ സത്യങ്ങൾ തുറന്ന് പറയാനായിട്ട് തുടങ്ങിയത്. ആര് കേട്ടാലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു വലിയ കഥയാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പം കഥ എങ്ങനെയാണ്, ഒരു 8 മാസം മുമ്പ് ഇവരുടെ വീട്ടിൽ, ഹസ്ബൻഡ് ഗൾഫിലാണ്, ഒരു മോളേ ഉള്ളൂ, അമ്മയും മോളുമാണ് താമസിക്കുന്നത്. ഒരു 8 മാസം മുമ്പാണ് ഈ ഒരാൾ മതപണ്ഡിതൻ വീട്ടിലേക്ക് അയാൾ എഴുതിയ എന്തോ ഒരു പുസ്തകം വിൽക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ഇയാൾ അവിടെ നിന്ന് കുറേ മതപരമായ കാര്യങ്ങളും ഉപദേശങ്ങളും ഗുണദോഷങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ഇവർക്ക് പല ദോഷങ്ങൾ നീക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തോളൂ അങ്ങനെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാവുകയും അവരുടെ ദോഷങ്ങളൊക്കെ മാറിയ പോലെ ഇവർക്ക് തോന്നുകയും ചെയ്തു. ഇങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥനാ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ, വീട്ടിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇയാൾ കൊടുത്ത ബുക്കുകളും ഇയാൾ കുറേ പുസ്തകങ്ങളൊക്കെ അങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ അതൊക്കെ ഇവർ വായിക്കുകയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇടയ്ക്ക് വന്ന് ഒരു ദിവസം ഇയാൾ പറഞ്ഞു, പിന്നെ ഹസ്ബൻഡിന് എന്തോ ജോലി നഷ്ടപ്പെടാനുണ്ട് എന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്, അപ്പം നമുക്കതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പം ഈ ലേഡിയും ഈ അമ്മയും മോളും എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മോളൊരു 16 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, അമ്മ ഒരു 40 ആ ഏജിലൊക്കെ ഉണ്ടാവും, 40 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഇവരോട് പറഞ്ഞു, ഈ അച്ഛൻ്റെ ജോലി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അപ്പം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ കൂടോത്രങ്ങളാണ്, ഈ മുട്ടയിൽ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പല കൂടോത്രമായ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ജോലി നഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെന്തൊക്കെയോ ചെയ്ത് അതിൻ്റെ പിന്നെ പിറ്റേ ദിവസം തന്നെ അച്ഛന് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഇവർ പറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടു, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താ ചെയ്യുക, നമ്മൾ ലേറ്റായി പോയോ ചെയ്യാൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ മതപണ്ഡിതൻ പറഞ്ഞു, കുറച്ച് ലേറ്റായി പോയത് കൊണ്ടായിരിക്കും എന്നാൽ ജോലിയൊക്കെ നഷ്ടമായത്, കുഴപ്പമില്ല, നമുക്ക് ആ ജോലീൻ്റെ പിന്നെ ഓണർ തന്നെ ഇയാളെ തിരിച്ച് വിളിക്കാനുള്ള ഒരു സംഗതി ഉണ്ട്, അത് നമുക്ക് ചെയ്യാം, അത് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ അവിടെ വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥനാ കർമ്മങ്ങളൊക്കെ ചെയ്ത് കുറേ ലേറ്റായി, രാത്രി ഒരു 9 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥനാ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, അത്ര എന്നെ മുതലാളി വിളിച്ചിരുന്നു, നീ പോണ്ട നാട്ടിലേക്ക്, പിന്നെ ജോലിക്ക് ഇവിടെ തന്നെ നിന്നോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇത് കേട്ടപ്പോൾ
കേട്ടപ്പോഴത്തേക്ക് ഇയാളെടുത്തുണ്ടല്ലോ ഭയങ്കര വിശ്വാസമായി, ഇയാളുടെ ഈ ഓരോ കർമ്മങ്ങളും കാര്യത്തിലൊക്കെ ഭയങ്കര വിശ്വാസമായി. ഇതേപോലെ ഒരു 10-12 കാര്യങ്ങൾ മോളുടെ പഠനത്തിനെ പറ്റിയിട്ട്, ഓരോ പ്രോപ്പർട്ടി ഇഷ്യൂവിനെ പറ്റിയിട്ട്, പല കാര്യത്തിനെ പറ്റിയിട്ടും ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഭയങ്കര വിശ്വാസമായി. ഇവരുടെ ഒരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറയുന്നത് മാത്രം ചെയ്യുക, ഇയാൾ പറയുന്നത് കഴിക്കുക, ഇയാൾ പറയുന്നവരോട് സംസാരിക്കുക, ഇയാൾ എന്ന് പറയുന്ന ഈ ഒരു കൂടോത്രം ഇങ്ങനത്തെ ഒരു ലോകമായി പോയി ഫുള്ളായിട്ടും ഈ അമ്മയും മോളും തമ്മിൽ. ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ ലേഡി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു മതപരമായ ഒരാൾ ഇവിടെ വന്നിരുന്നു, ഇങ്ങനെ നേർച്ചകളും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി വീണ്ടും റെഡി ആയത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് അത് വലിയ കാര്യമാക്കിയിട്ടുണ്ടാവില്ല. സാധാരണ നാട്ടിലുണ്ടാകുമ്പോൾ ലേഡീസ് ഇതേപോലെ പല സ്ഥലങ്ങളിലും ഒക്കെ നേർച്ച ചെയ്യും, ഓരോ പ്രാർത്ഥനാ കർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ, അതേപോലെ അയാൾ കണക്കിലാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 3 മാസം ഒക്കെ കഴിഞ്ഞ്, ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പം ഇയാൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഹസ്ബൻഡിന് എന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്, എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഇത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നുണ്ട്, അതിന് ഒരു നല്ലൊരു ഇത് ചെയ്യാനുണ്ട്, മതപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങോട്ട് വരും, രാത്രി മുഴുവൻ ഇരുന്ന് പിന്നെ 24 മണിക്കൂറൊക്കെ എടുക്കുന്നതാണ്, രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ എടുക്കുന്ന ഒരു പ്രാർത്ഥനാ കർമ്മങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ആരോടും പറയണ്ട, കുടുംബക്കാരോടൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതിന് ഈ ഒരു ഇൻസിഡൻറ്റിന് മുമ്പ് ഒരു 3 മാസം മുമ്പ് തന്നെ ഇയാൾ പറഞ്ഞിരുന്നു, നിങ്ങൾ കുടുംബക്കാർ ആരോ എന്തോ ഒരു കൂടോത്രം ചെയ്തിട്ടാണ് ഹസ്ബൻഡിന് ഇങ്ങനെ വന്നത്, അതുകൊണ്ട് കുടുംബക്കാരോട് തൽക്കാലം ഒരു 3 മാസത്തേക്ക് സംസാരിക്കരുത്, ആര് വന്നാലും വീട്ടിൽ കയറ്റരുത്, ഫോൺ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു 3 മാസത്തോളമായിട്ട് കുടുംബക്കാരായിട്ടോ ആരായിട്ടോ ഒരു ബന്ധവും ഇല്ല. ഇവർ ആരും വിളിക്കലും ഇല്ല, ആരും വരലും ഇല്ല, എങ്ങോട്ടും പോകലും ഇല്ല. അങ്ങനെ കംപ്ലീറ്റ്ലി ഇയാൾ മാത്രമായിട്ടുണ്ട് ഇവരുടെ ലോകം. അങ്ങനെ ആ ദിവസം ഇയാൾ വീട്ടിലേക്ക് വരികയും പൂജാകർമ്മങ്ങൾ എന്നുള്ള രീതിയിൽ ഓരോ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അമ്മേനെയും മോളെയും ഇരുത്തിയിട്ട് പിന്നെ ഫോണിൽ ഇങ്ങനെ പിന്നെ പൂജൻ്റെ കുറേ സാധനങ്ങളും പിന്നെ പുസ്തകങ്ങളും ഇതൊക്കെ വെച്ചിട്ട് ഇവരെ അടുത്തിരുത്തിയിട്ട് ഫോണിൽ പോൺ വീഡിയോസ് ഇവരെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അമ്മയും മോളും ആകെ പേടിച്ചു, ഇതെന്താ ഇപ്പം ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്, രാത്രി സമയമാണ്, പിന്നെ എന്താ ഇപ്പം ഇത് ഇങ്ങനത്തെ വൃത്തികെട്ട വീഡിയോസൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഇയാൾ പറയണതൊക്കെ ഈ അമ്മയും മോളും വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇയാൾ പറയുന്നതാണ് സത്യം, ആ ഒരു ലെവലിലായിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇയാൾ പറഞ്ഞ് ഇത് പിന്നെ മനസ്സാണ് ശുദ്ധി വേണ്ടത്, ഇങ്ങനത്തെ പ്രവർത്തികൾക്കും പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് മനസ്സാണ് ശുദ്ധി വേണ്ടത്. ശരീരം എന്ന് പറയുന്നത് ഒരു വെറും മണ്ണിൽ അലിഞ്ഞു പോകുന്ന ഒരു സാധനം മാത്രമാണ്. നമ്മളുടെ ആത്മാവിന് കുടിയേറാനുള്ള വെറും ഒരു മെറ്റീരിയൽ മാത്രമാണ് നമ്മളുടെ ശരീരം. അതുകൊണ്ട് ശരീരത്തിൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല, മനസ്സിനാണ് ശുദ്ധി വേണ്ടതെന്നൊക്കെ ഇയാൾ പറയുകയും ഇത് ഇവർ വിശ്വസിക്കുകയും ചെയ്ത്, ഈ അമ്മയും മോളും ഇത് വിശ്വസിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഈ പോൺ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഇയാൾ ഈ മോളെയും അമ്മേനെയും ഒക്കെ സെക്ഷുവലായിട്ട് മിസ്യൂസ് ചെയ്ത്, സെക്ഷുവലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർക്ക് ഉള്ളിനുള്ളിലൊരു എന്തോ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും ഇയാൾ പറയുന്നതൊക്കെ മുമ്പൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ സ്വന്തം പിന്നെ ഹസ്ബൻഡിന്, അപ്പോൾ കുട്ടിക്കാണെങ്കിൽ സ്വന്തം ഫാദറിന് ഒരു പ്രശ്നവും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പറയുന്നതൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ അങ്ങനെ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഹസ്ബൻഡിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഇവർ വിശ്വസിക്കുകയാണ് ഇയാൾ ചെയ്യുന്ന ഈ ഓരോ കാര്യത്തിലാണ് ഇവരുടെ മൊത്തം ജീവിതവും മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിലായി. അങ്ങനെ പിന്നെ ഇതേപോലത്തെ പല കഥകളും പറഞ്ഞു. ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ഹസ്ബൻഡിന് പിന്നെ ഇങ്ങനെ എന്തോ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനുണ്ട്, അത് നാളെയാണ്, അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഇയാളുടെ കൂടെ പോയി. അങ്ങനെ ഇയാൾ വേറൊരു കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു 4-5 മണിക്കൂർ ദൂരമുള്ള ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ വേറെ ഒരാളുണ്ട് എന്ന്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞ കഥയാണ്, അവിടെ വേറെ ഒരാളുണ്ടായിരുന്നു ഇയാളെ സഹായിക്കാൻ പറഞ്ഞിട്ട്. അയാളൊരു വക്കീലാണോ എന്ന് സംശയമുണ്ട്, അയാൾ എന്തൊക്കെയോ പിന്നെ കോടതിയിലെ കഥകളും ഇതൊക്കെ പറയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ആരാണെന്നൊന്നുള്ള കാര്യം പിടിയിട്ടിട്ടില്ല. അങ്ങനെ ഇവരുടെ അടുത്ത് സംസാരിച്ച് നോക്കിയപ്പോൾ ഇവർ പറഞ്ഞത് അവിടെ കൊണ്ടുപോയതിന് ശേഷം പിന്നെ ഇയാളുടെ സ്വഭാവമൊക്കെ മാറി, ഇയാൾ ഭയങ്കര റൂഡായി, ഭക്ഷണം കൊടുക്കാണ്ടായി. ഈ 2 ആണുങ്ങളും കൂടി ഇവരെ കുറേ സെക്ഷുവലി ബ്രൂട്ടലി പിന്നെ അബ്യൂസ് ചെയ്യുകയും ആകെ ഇവർ ഫുള്ള് കുടുങ്ങി. അമ്മയ്ക്കും മോക്കും മനസ്സിലായി ഇവർ ഞങ്ങൾ
നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആകെ എന്തോ ഒരു പോലെ, ഇവരെ വിശ്വസിക്കണമെന്നും അറിയില്ല, വിശ്വസിക്കാൻ പാടില്ലെന്നും അറിയില്ല, എന്തോ ഒരു പിന്നെ ഇതിലായിപ്പോയി. ഹസ്ബൻഡിനെ വിളിക്കാനും പറ്റണില്ല, കുടുംബത്തിൽ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല, ആരെയാണ് വിളിക്കേണ്ടത് എന്താന്നൊക്കെ ഉള്ള ഒരു ഇതിലായിപ്പോയി. അപ്പോൾ കംപ്ലീറ്റ് ഇയാൾ ഈ വീട്ടിൽ വന്നത് തൊട്ട്, ആ പുസ്തകം വിൽക്കാൻ വന്നത് തൊട്ട് ഒരു 8 മാസം കംപ്ലീറ്റ്ലി ഇവരെ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവരുടെ ഫാമിലി റിലേഷൻഷിപ്പ് കട്ട് ചെയ്തു. ഇവർ പുറത്തേക്ക് ഇറങ്ങല്, അയൽവാസികളോട് സംസാരിക്കൽ, മൊബൈൽ ഫോൺ കണക്ഷൻ, ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്താണ് അവസാനം ഇയാൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഇവരെ എത്തിച്ചതും കൊണ്ടുപോയത്. അപ്പോൾ ഇങ്ങനത്തെ പല ആൾക്കാർ ഇപ്പോൾ ഈ ഒരു കഥയിലൂടെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, പല വ്യാജന്മാരും. ഇയാൾ മതപരമായി എന്തൊക്കെ ചെയ്തിട്ടാണോ ഇത് മാറിയത്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ജോലി തിരിച്ചു കിട്ടിയൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ ലക്കിന് ഓരോന്ന് ഉണ്ടാവണതൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ അറിയില്ല. എന്തായാലും ഇങ്ങനെ അതിൻ്റെ മുകളിൽ പോയി അവസാനം ഇവരുടെ കുടുംബജീവിതം തന്നെ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ എൻ്റെ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഈ ചൈൽഡ് ലൈനിൻ്റെ ആൾക്കാരും, പിന്നെ ഹസ്ബൻഡും കുടുംബക്കാരും ഒക്കെ വെയിറ്റ് ചെയ്യുക, എന്താണെന്നുള്ളത് ഇവർ തുറന്ന് പറയുമോ എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഹസ്ബൻഡിനെ ഞാൻ ഉള്ളിലേക്ക് വിളിച്ചു. ഹസ്ബൻഡിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ആകെ പൊട്ടി കരഞ്ഞു പോയി. അയാൾ എന്താ, നാട്ടുകാരൊക്കെ അയാളോട് നിങ്ങളെ ഭാര്യ ഒളിച്ചോടി പോയില്ലേ, പിന്നെ മോൾ എവിടെ പോയി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടോർച്ചറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ജോലിയൊക്കെ പോയി. പിന്നെ അതിനുശേഷം അയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് പോയത് തൊട്ടിട്ട് പിന്നെ ഈ ഹസ്ബൻഡിനെയും വിളിച്ചിട്ടൊന്നുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇവരെവിടെ പോയി എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരാൾ വന്നിട്ടുള്ളതായിട്ടൊന്നും ആരോടും ഇവർ പറഞ്ഞിട്ടുമില്ല. ഇവരുടെ അടുത്ത് ഒരു ഫോട്ടോഗ്രാഫോ ഇയാളെ പറ്റി പറയാനോ ഒന്നുമില്ല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ ഇപ്പം എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവരെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കുറേ സെഷൻസൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഫാമിലീനെ വീണ്ടും സന്തോഷമുള്ള ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ദൈവം സഹായിച്ച് അതിന് എനിക്ക് സാധിച്ചു. അപ്പോൾ അതേപോലെ എല്ലാവരുടെയും ജീവിതത്തിലും ഇങ്ങനെ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പം പറ്റിക്കൊള്ളണം എന്നില്ല. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ പോയി എത്തിപ്പെട്ടാൽ ഈ ഹസ്ബൻഡിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇയാൾ വിശ്വസിച്ച്, കുടുംബക്കാരൊക്കെ വളരെ സപ്പോർട്ടീവ്ലി നിന്ന്, പിന്നെ ഈ ചൈൽഡ് ലൈനിൻ്റെ ആൾക്കാരും പോലീസുകാരും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയി സപ്പോർട്ടായി നല്ല ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടാണ്, എല്ലാവരുടെയും കൂടി ഒരു കൂട്ടമായ ഒരു എഫേർട്ടിലാണ് ഇവരുടെ ജീവിതം വീണ്ടും റെഡിയാക്കി എടുക്കാനും ആ കുട്ടീനെയൊക്കെ സംസാരിപ്പിച്ച് റെഡിയാക്കി ഒന്ന് ചിരിപ്പിക്കാനും ഒക്കെ പറ്റിയത്. എത്രയോ സെഷനുകളോളം ഇവരുടെ മുഖത്തൊരു ബ്ലണ്ട് എഫക്റ്റ്, ബ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് എഫക്റ്റ് പോലെ, ഒരു ഭാവമില്ല, ചിരിയുമില്ല, സങ്കടമില്ല, കരച്ചിലുമില്ല, അങ്ങനത്തെ ഒരു ഭാവത്തിലായിരുന്നു. കണ്ണിലൊന്നും നോക്കാതെ എവിടേക്കോ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അങ്ങനെ ഇവർ കുറേ കാലങ്ങളോളം ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തും ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുത്തിയിട്ടും കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും എല്ലാവരും എങ്ങനെ ഇവരോട് അപ്രോച്ച് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കരുത്, ആരും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ ഉള്ളത് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹസ്ബൻഡിനും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു കേസിൽ നമുക്ക് സക്സസ് കിട്ടിയത്. പക്ഷെ എല്ലാ കേസിലും ഇങ്ങനെ ആവണം എന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും മതപരമായ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതലായി അടുത്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിയാലിറ്റി ചിലപ്പോൾ കട്ടായിപ്പോവും. എന്താ വെച്ചാൽ അവർ പറയുന്നതൊക്കെ ശരിയാണെന്നുള്ളതിൽ നമ്മൾ മൊത്തം റിയൽ ലൈഫിൽ നിന്ന് നമ്മൾ വിട്ടിട്ട് മൊത്തം പിന്നെ ഇതിൻ്റെ മേലെ ആയിട്ട് കുടുങ്ങിപ്പോവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുകയാണ് ശരിക്ക് നല്ലത്. അപ്പം അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് വരാം. ബൈ.